വാച്ച് അവർ തുടങ്ങുന്നു. ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജനറൽ വി.കെ. സിംഗ് ഈ മാസം 10-ന് കുവൈറ്റിലെത്തും. കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കുവൈറ്റ് അധികൃതരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഖറാഫി നാഷണൽ കമ്പനിയിലെ തൊഴിൽ പ്രശ്നം പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന. ജനുവരി 11-നാണ് കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാൽ ഖാലിദ് അസ്സബാഹ്, തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഹിന്ദൽ സബീഹ് എന്നിവരുമായി ജനറൽ വി.കെ. സിംഗിന്റെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. തൊഴിൽ പ്രശ്നം രൂക്ഷമായ ഖറാഫി നാഷണൽ കമ്പനിയിലെ ഇന്ത്യൻ തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങളാകും കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം. തൊഴിലാളികൾക്ക് പിഴ കൂടാതെ നാട്ടിലേക്ക് പോകാനോ മറ്റു കമ്പനികളിൽ ജോലി മാറാൻ അവസരമൊരുക്കുകയോ ചെയ്യണമെന്നതാകും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അടിയന്തര ആവശ്യമായി ഉന്നയിക്കുക. ജോലിയും ഇഖാമയുമില്ലാതെ മാസങ്ങളായി ദുരിതം പേറുകയാണ് ഖറാഫി കമ്പനിയിലെ 2000-ലധികം വരുന്ന ഇന്ത്യൻ തൊഴിലാളികൾ. കഴിഞ്ഞ ഒക്ടോബറിൽ കുവൈത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എം.ജെ. അക്ബറിന്റെ മുന്നിൽ ഖറാഫി തൊഴിലാളികൾ നേരിട്ട് വിഷയം ധരിപ്പിച്ചിരുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നഭ്യർത്ഥിച്ച് നവംബറിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കുവൈത്ത് വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിദേശകാര്യ സഹമന്ത്രിയുടെ സന്ദർശനം. വി.കെ. സിംഗിന്റെ സന്ദർശനത്തോടെയെങ്കിലും പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഖറാഫി തൊഴിലാളികൾ. 2016 സെപ്റ്റംബറിലും ജനറൽ വി.കെ. സിംഗ് കുവൈത്ത് സന്ദർശിച്ചിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ അത്യാഹിത ഘട്ടങ്ങളിലുണ്ടാകുന്ന ചികിത്സയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ മുൻകൂട്ടിയുള്ള അനുമതി അനിവാര്യമല്ലെന്ന് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സഭ അറിയിച്ചു. എന്നാൽ ചികിത്സ നൽകിയ സ്ഥാപനം 24 മണിക്കൂറിനകം ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിച്ചിരിക്കണം. 5 ലക്ഷം റിയാൽ വരെയുള്ള കവറേജ് ഇൻഷുറൻസിൽ നിന്നും ലഭ്യമാകും. ഇൻഷുറൻസ് സഭാ വക്താവ് യാസർ അൽമാരിക്കാണ് ഇൻഷുറൻസ് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയത്. മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവർക്ക് അത്യാഹിത ഘട്ടത്തിൽ വരുന്ന ചികിത്സയ്ക്ക് കമ്പനി അനുമതി അനിവാര്യമല്ല. അനുമതി കൂടാതെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും രോഗികൾക്ക് അത്യാഹിത ഘട്ടത്തിൽ ആവശ്യമായ ചികിത്സ നൽകേണ്ടതാണ്. ചികിത്സയ്ക്ക് വേണ്ടി നിശ്ചിത സംഖ്യ കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടരുതെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഇൻഷുർ സമയത്ത് കമ്പനി നിശ്ചയിച്ച നിശ്ചിത അനുപാതം സംഖ്യ നൽകാൻ രോഗി ബാധ്യസ്ഥനാണ്. വിവിധ സ്വഭാവത്തിലുള്ള അത്യാഹിത ഘട്ടങ്ങളിലെ ചികിത്സയും വൈദ്യപരിശോധനയും തരണം ചെയ്യാനാണ് ഇൻഷുറൻസിൽ 5 ലക്ഷം റിയാൽ വരെയുള്ള കവറേജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ ഇൻഷുറൻസ് വേളയിൽ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവ ഏതവസരത്തിലും ലഭ്യമാവില്ല. ഇതിൽ മിക്കതും സൗന്ദര്യവർദ്ധനയ്ക്കുള്ള ശസ്ത്രക്രിയകളോ വിറ്റാമിൻ മരുന്നുകളോ ആയിരിക്കുമെന്നും വക്താവ് വിശദീകരിച്ചു. അസർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്. സൗദിയിലേക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ ടൂറിസം അതോറിറ്റി തീരുമാനിച്ചു. തുടക്കത്തിൽ 65 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ടൂറിസ്റ്റുകൾക്കാണ് വിസ അനുവദിക്കുക. രാഷ്ട്രങ്ങളുടെ എണ്ണം അടുത്ത ഘട്ടത്തിൽ വർദ്ധിപ്പിക്കുമെന്ന് ടൂറിസം അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മക്ക മേഖലയിൽ ടൂറിസം അതോറിറ്റി സംഘടിപ്പിച്ച പണിപ്പുരയിൽ മേഖലാ ടൂറിസ്റ്റ് അതോറിറ്റി മേധാവി മുഹമ്മദ് അൽ അമ്രിയാണ് ടൂറിസ്റ്റ് വിസയുടെ കാര്യം വെളിപ്പെടുത്തിയത്. സൗദി ടൂറിസം അതോറിറ്റി മേധാവി അമീർ സുൽത്താൻ ബിൻ സൽമാന്റെ അംഗീകാരത്തോടെയാണ് ടൂറിസ്റ്റ് വിസ അനുവദിക്കാനുള്ള തീരുമാനം. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ 13 സന്ദർശന പ്രധാന സ്ഥലങ്ങളും 10 മ്യൂസിയങ്ങളും സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉംറ തീർത്ഥാടകർക്ക് നിലവിൽ അനുവദിച്ച മക്ക, മദീന, ജിദ്ദ നഗരങ്ങൾക്ക് പുറമെ സൗദിയിലെ ഇതര നഗരങ്ങൾ സന്ദർശിക്കാൻ അനുമതി നൽകുന്ന ഉംറ പാക്കേജ് ടൂറിസ്റ്റ് വിസയാണ് ഇതിൽ പ്രമുഖമായത്. മുസ്ലിങ്ങൾക്കുള്ള ബിസിനസ് വിസിറ്റ് വിസ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാർ അതിഥികൾ, ട്രാൻസിറ്റ് വിസ എന്നിവയാണ് നിലവിൽ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്ക് നിരന്തരം രാജ്യത്ത് വെച്ചു തന്നെ സന്ദർശന സ്ഥലങ്ങൾ തീരുമാനിക്കാനാവുമെന്ന് ടൂറിസം വകുപ്പിലെ ഖാലിദ് താഹിർ പറഞ്ഞു. ടൂറിസ്റ്റുകൾ സൗദിയിൽ വന്നിറങ്ങുന്നത് എന്ന നിബന്ധനയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 റിയാദ്. കുവൈറ്റിൽ വിദേശികൾക്ക് വ്യക്തിഗത വായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വായ്പ ലഭിക്കുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്തിയും നിബന്ധനകൾ കടുപ്പിച്ചുമാണ് പല ബാങ്കുകളും വായ്പകൾക്ക് നിയന്ത്രണം വരുത്തിയിട്ടുള്ളത്. നേരത്തെ 300 ദിനാർ ശമ്പളമുള്ളവർക്ക് പോലും വായ്പ അനുവദിച്ചിരുന്ന സ്ഥാനത്താണ് മിനിമം ശമ്പളം 800 ദിനാർ വരെയാക്കി ചില ബാങ്കുകൾ ഉയർത്തിയത്. മിനിമം വേതനം 650 ദിനാറാക്കി ഉയർത്തിയ ബാങ്കുകളുമുണ്ട്. കൂടുതൽ ബാങ്കുകളിലും 400 ദിനാറാണ് വ്യക്തിഗത വായ്പയ്ക്കുള്ള അടിസ്ഥാന ശമ്പളം. 1-2 ബാങ്കുകൾ മാത്രമാണ് 300 ദിനാർ ശമ്പളമുള്ള വിദേശികൾക്ക് ഇപ്പോഴും ലോൺ അനുവദിക്കുന്നത്. കടുത്ത നിബന്ധനകളോടെയാണ് വായ്പകൾ അനുവദിക്കുന്നത്. സാലറി എത്രയാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, കമ്പനിയിൽ നിന്നുള്ള ഡിക്ലറേഷൻ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സേവനാനന്തര ആനുകൂല്യത്തിന് അർഹനായിരിക്കണം തുടങ്ങിയവയാണ് പ്രധാന നിബന്ധനകൾ. 500 ദിനാറിൽ കുറഞ്ഞ ശമ്പളമുള്ള വിദേശികൾക്ക് ലോൺ ലഭിക്കണമെങ്കിൽ കുവൈത്ത് പൗരൻ ജാമ്യം നിൽക്കണമെന്ന വ്യവസ്ഥയും ചില ബാങ്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബാങ്ക് ലോൺ, ഇൻസ്റ്റാൾമെന്റ് എന്നിവയുടെ തിരിച്ചടവ് ബാധ്യതയില്ലാത്ത സ്വദേശികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ജാമ്യം നിൽക്കാൻ സാധിക്കൂ എന്നതും വിദേശികൾക്ക് വായ്പ ലഭിക്കുന്നതിനുള്ള പ്രയാസം വർദ്ധിപ്പിക്കുന്നു. താഴ്ന്ന വരുമാനക്കാരായ പ്രവാസികൾക്ക് വായ്പ അനുവദിക്കുന്നതിലെ റിസ്ക് ഒഴിവാക്കുക എന്നതാണ് ബാങ്കുകളെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. നിബന്ധനകൾ കടുപ്പിച്ചതോടെ വ്യക്തിഗത വായ്പയ്ക്കുള്ള അർഹത ചെറിയൊരു ശതമാനത്തിന് മാത്രമായിരിക്കും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം മൊത്തം വിദേശികളുടെ 59.29% 180 ദിനാറിലും താഴെ ശമ്പളമുള്ളവരാണ്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
മൂല്യവർദ്ധിത നികുതി പ്രാബല്യത്തിലായ സൗദിയിൽ ഉപഭോക്താക്കളെ വിപണിയിൽ പിടിച്ചു നിർത്താൻ തന്ത്രങ്ങളുമായി വ്യാപാരികൾ. വില കുറച്ചും ഓഫറുകൾ പ്രഖ്യാപിച്ചുമാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ നീക്കം. പ്രാബല്യത്തിലായ 5% നികുതി വലിയ പ്രയാസമുണ്ടാക്കില്ല എന്നാണ് ഉപഭോക്താക്കളുടെ പക്ഷം. ജനുവരി 1-നാണ് സൗദിയിൽ വാറ്റ് പ്രാബല്യത്തിലായത്. ഇതേ ദിവസം തന്നെയാണ് പെട്രോൾ വൈദ്യുതി സബ്സിഡി എടുത്തുകളഞ്ഞതും. ഇതോടെ വിലയേറ്റം വിപണിയിലുണ്ട്. ഇതിനെ പ്രൊമോഷണൽ ഓഫറുകളുമായി മറികടക്കാനാണ് സ്ഥാപനങ്ങളുടെ ശ്രമം. ഉൽപ്പന്നത്തിന്റെ വിലയിൽ നികുതി പ്രത്യേകമായി കാണിക്കുന്നില്ല, മറിച്ച് ബില്ലിൽ പ്രത്യേകമായി കാണിക്കും. ഓഫറുകൾ വീണ്ടും എത്തിയതോടെ വ്യാപാര സ്ഥാപനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ചെറുകിട സ്ഥാപനങ്ങളാണ് പ്രയാസത്തിലേക്ക് നീങ്ങുന്നത്. വൻകിട വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ സംതൃപ്തരാണ്. ചെറിയ ശമ്പളമുള്ളവരും പ്രയാസത്തിലാണ്. എന്നാൽ പതിയെ പുതിയ നിരക്കുമായി ഇവരും പൊരുത്തപ്പെടുമെന്ന് സൗദി പൗരന്മാർ പറയുന്നു. നികുതി വന്നതോടെയുള്ള ഭീതി മറികടക്കാൻ ഓഫറുകൾ പ്രഖ്യാപിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് വാണിജ്യ സ്ഥാപനങ്ങൾ. നികുതിയെക്കുറിച്ച ഭീതി അകറ്റാൻ പ്രഖ്യാപിച്ച ഓഫറുകൾ ഫലം കാണുമെന്നാണ് വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രതീക്ഷ. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1. UAE-യിൽ റീചാർജ് കൂപ്പണുകളുടെ വിലയിൽ നിന്ന് ഒരു ഫിൽസ് പോലും അധികം വാങ്ങരുത് എന്ന് വിൽപ്പനക്കാരോട് ടെലികോം കമ്പനികൾ പറഞ്ഞു. പ്രീപെയ്ഡ് കാർഡ് വാങ്ങുന്നവരിൽ നിന്ന് 5% വാറ്റ് കൂടി ഈടാക്കിയെന്ന പരാതിയെ തുടർന്നാണ് ഇതിസലാത്തും ഡൂവും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അധിക തുക നൽകി കാർഡ് വാങ്ങി ഫോൺ ചെയ്യവേ വീണ്ടും നികുതി ഈടാക്കപ്പെട്ടുവെന്ന് ചിലർ സാമൂഹിക മാധ്യമങ്ങളിലും പ്രതികരിച്ചിരുന്നു. ടെലികോം സേവനത്തിന് മൂല്യവർദ്ധിത നികുതി ബാധകമാണ്. എന്നാൽ അത് ഈടാക്കേണ്ടത് കച്ചവടക്കാർ നേരിട്ടല്ല. പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കളുടെ മാസാന്ത ബില്ലിൽ വാറ്റ് ഉൾപ്പെടുത്തും. പ്രീപെയ്ഡ് വരിക്കാർ ഓരോ തവണ വിളിക്കുമ്പോഴും ഉപയോഗിച്ച തുകയ്ക്ക് അനുസൃതമായി മാത്രം വാറ്റ് ഈടാക്കും. ഉദാഹരണത്തിന് 100 രൂപ വിലയുള്ള കാർഡ് വാങ്ങാൻ നികുതി ചേർത്ത് 105 ദിർഹം നൽകേണ്ടതില്ല. 10 ദിർഹം നിരക്ക് വരുന്നത്ര ഫോണോ ഡാറ്റയോ ഉപയോഗിച്ചാൽ 50 ഫിൽസ് വാറ്റായി ഈടാക്കും. ഫോണിലെ ബാലൻസ് ഉപയോഗിച്ച് SMS മുഖേന സംഭാവന നൽകിയാലോ റോമിംഗ് സേവനത്തിനോ വാറ്റ് ഈടാക്കുകയുമില്ല. മീഡിയ 1, ദുബായ്. ഷാർജയിൽ വൻ മയക്കുമരുന്ന് സംഘത്തെ പോലീസ് പിടികൂടി. ഏഷ്യക്കാരായ 19 അംഗ സംഘത്തെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 15 ദശലക്ഷം ദിർഹം വിലമതിക്കുന്ന ലഹരി മരുന്നുകൾ പിടികൂടിയതായി ഷാർജ പോലീസ് അറിയിച്ചു. ഒരു മാസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് വ്യവസായ മേഖലയിലെ വിജനപ്രദേശത്ത് ഒളിച്ചുവെച്ച ലഹരിമരുന്ന് പിടികൂടിയത്. മരുഭൂമിയിലെ താൽക്കാലിക കെട്ടിടങ്ങളുടെ ഓരത്തും മണൽക്കൂനകൾക്കടിയിലും ആളുകളുടെ ശ്രദ്ധ എളുപ്പത്തിൽ പതിയാത്ത സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ കൊച്ചു പൊതികളായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. ലഹരിമരുന്ന് വേട്ട നടത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ ഷാർജ പോലീസ് മേധാവി ബ്രിഗേഡിയർ സെയ്ഫ് അൽ റസി അൽ സംഷി അഭിനന്ദിച്ചു. ക്രിസ്റ്റൽ ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന അപകടകാരിയായ ലഹരിമരുന്നാണ് പിടികൂടിയതിൽ ഭൂരിഭാഗവും. ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് നവീന രീതിയാണ് സംഘം നടപ്പിലാക്കി വന്നത്. വൻതോതിൽ ലഹരിമരുന്ന് മരുഭൂമിയിൽ ഒളിച്ചുവെക്കുകയാണ് ആദ്യഘട്ടം. തുടർന്ന് സംഭവസ്ഥലത്തിന്റെ ഫോട്ടോയെടുത്ത് മറ്റു വിൽപ്പനക്കാർക്ക് അയച്ചു കൊടുക്കും. അവർ നേരിട്ട് ചെന്ന് അവിടെ നിന്ന് ലഹരിമരുന്ന് ഏറ്റെടുക്കുകയും ചെയ്യും. ചിത്രങ്ങൾ സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞതിനെ തുടർന്ന് ഒരു മാസം മുമ്പ് ഷാർജ പോലീസിലെ ലഹരിമരുന്ന് വിരുദ്ധ സ്ക്വാഡ് നിരീക്ഷണം ആരംഭിച്ചു. പ്രതികളെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. ലഹരിമരുന്ന് വിൽപ്പനക്കാരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അക്കാര്യം പോലീസിനെ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചു. മീഡിയ 1, ഷാർജ. ഒമാൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി. മത്സരം അടുത്തു വന്നതോടെ ബോർഡിലേക്ക് മത്സരിക്കുന്നവർ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ചും സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണവും വ്യാപകമാണ്. 18 പേരാണ് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 20 പേരിൽ 2 പേർ പത്രിക പിൻവലിച്ചതോടെയാണ് മത്സരരംഗത്ത് 18 പേരായി ചുരുങ്ങിയത്. രക്ഷകർത്താക്കളുടെ കൂട്ടായ്മയായ പാരന്റ്സ് ഓപ്പൺ ഫോറം പ്രതിനിധിയും മലയാളിയുമായ ഷറഫുദ്ദീൻ, തമിഴ്നാട് സ്വദേശി എന്നിവരാണ് പത്രിക പിൻവലിച്ചത്. ജനുവരി 13-നാണ് തെരഞ്ഞെടുപ്പ്. ബോർഡിന് കാര്യമായി ഇലക്ഷൻ പ്രോസസ്സിലൊന്നും ചെയ്യാനില്ല. കാരണം അതിന് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിലേക്കാളും കൂടുതൽ താല്പര്യം രക്ഷിതാക്കളുടെ ഇടയിൽ നിന്നും ബോർഡ് അംഗങ്ങളായി വരുന്നതിന് കാണുന്നുണ്ട്. 15 അംഗ സ്കൂൾ ഡയറക്ടർ ബോർഡിലേക്ക് രക്ഷകർത്താക്കളുടെ പ്രതിനിധിയായി 5 പേരെയാണ് തെരഞ്ഞെടുക്കുക. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ രക്ഷകർത്താക്കൾക്കാണ് വോട്ട് ചെയ്യാൻ അർഹതയുള്ളത്. പാരന്റ്സ് ഓപ്പൺ ഫോറം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളതിനാൽ മത്സരം കടുത്തതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1, മസ്കറ്റ്.
സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക പ്രവർത്തകനും KMCC നാഷണൽ കമ്മിറ്റി ട്രഷററുമായ സി ഹാഷിം അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ ദമാമിലായിരുന്നു അന്ത്യം. 59 വയസ്സായിരുന്നു. പ്രവാസികൾക്കിടയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഹാഷിം. കണ്ണൂർ എടക്കാട് സ്വദേശിയാണ് സി ഹാഷിം. 40 വർഷമായി സൗദിയിലാണ് ജോലി. അവധിക്ക് നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു അന്ത്യം. മുസ്ലിം ലീഗിന്റെ പ്രഥമ പ്രവാസി സംഘടനയായ ചന്ദ്രിക റീഡേഴ്സ് ഫോറത്തിന്റെയും KMCCയുടെയും രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. സൗദിയിലെ സാമൂഹിക രംഗത്ത് സജീവമായിരുന്നു ഹാഷിം. ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭാര്യയെയും 3 മക്കളെയും കഴിഞ്ഞയാഴ്ച നാട്ടിലേക്ക് അയച്ചിരുന്നു. നിര്യാണത്തിൽ വിവിധ സംഘടനകൾ അനുശോചിച്ചു. പ്രവാസി സാംസ്കാരിക വേദി, SYS, തനിമ, OICC, നവോദയ, നവയുഗം തുടങ്ങിയ സംഘടനാ നേതാക്കളും ആശുപത്രിയിലെത്തി. മരണത്തെ തുടർന്ന് KMCCയുടെ മുഴുവൻ പരിപാടികളും ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ 1 ദമാം. ഖത്തറിൽ ടാങ്കർ ലോറികൾക്ക് വിവിധ നിറങ്ങൾ നൽകിക്കൊണ്ട് ട്രാഫിക് വകുപ്പ് ഉത്തരവിറക്കി. കുടിവെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് വെള്ളയ്ക്ക് മുകളിൽ നീല പെയിന്റാണ് അനുവദിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് മഞ്ഞ നിറവും ജലസേചനത്തിന് വേണ്ടിയുള്ള ടാങ്കറുകൾക്ക് പച്ച നിറവും ഉപയോഗിച്ച ഓയിൽ കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് കറുപ്പിന് മുകളിൽ വെള്ള ചേർത്ത പെയിന്റുമാണ് ഉപയോഗിക്കേണ്ടത്. ഖത്തർ നിലമ്പൂർ കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ നടന്ന പാട്ടുത്സവം ഖത്തറിലെ പാട്ടുകൂട്ടങ്ങളുടെ സംഗമമായി മാറി. ജയരാജ് വാര്യർ അവതരിപ്പിച്ച കാരിക്കേച്ചർ ഷോ അടക്കം നിലമ്പൂർ പാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. തുടർച്ചയായ 3-ാം വർഷമാണ് ഖത്തർ നിലമ്പൂർ കൂട്ടം ദോഹയിൽ പാട്ടുത്സവം സംഘടിപ്പിക്കുന്നത്. ജയരാജ് വാര്യരുടെ 1.5 മണിക്കൂർ നീണ്ടുനിന്ന കാരിക്കേച്ചർ ഷോ ഇത്തവണത്തെ പാട്ടുത്സവത്തെ വേറിട്ടു നിർത്തി. ദോഹയിലെ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന പരിപാടിയിൽ പിന്നണി ഗായിക വൃന്ദയും ജയരാജ് വാര്യരോടൊപ്പം അതിഥിയായെത്തി. കൈതോല നാടൻപാട്ട് സംഘം, ചിലങ്ക ഖത്തർ, പല്ലവി ദോഹ, തില്ലാന എന്നീ കലാസംഘങ്ങൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ICBF വൈസ് പ്രസിഡന്റ് PN ബാബുരാജൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഹൈദർ ചുഗത്ര അധ്യക്ഷത വഹിച്ചു. ICC വൈസ് പ്രസിഡന്റ് AP മണികണ്ഠൻ, MT നിലമ്പൂർ, സിദ്ദീഖ് വാഴക്കാട്, മുജീബ് റഹ്മാൻ ആക്കോട്, ഫിദാസ് സയ്യിദ്, ഫത്താഹ് നിലമ്പൂർ, മജീദ് മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുന്ന CH അബ്ദുറഹ്മാൻ ചുങ്കത്തറയ്ക്ക് യാത്രയയപ്പ് നൽകി. മീഡിയ 1 ദോഹ. വീട്ടുമുറ്റത്തെ പരിമിതമായ സ്ഥലത്ത് പരമാവധി ജൈവ പച്ചക്കറികൾ വിളയിച്ചിരിക്കുകയാണ് ദോഹയിലെ ഒരു മലയാളി വീട്ടമ്മ. വീട്ടാവശ്യത്തിന് ഉള്ളതിലും അധികമായി ലഭിക്കുന്ന പച്ചക്കറികൾ ഇവർ സുഹൃത്തുക്കൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ. ഖത്തറിലെ മത്താർ ഖദീമിലുള്ള ഈ വില്ലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലതരം പൂച്ചെടികളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. വീടിനു പിന്നിലേക്ക് ചെന്നാൽ കോൺക്രീറ്റ് നിലമാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ വിളഞ്ഞു നിൽക്കുന്ന പാവലും പടവലവും ഷമ്മാമും തണ്ണിമത്തനും കാണാം. പിന്നെ പലതരം പയറുകൾ, വെണ്ട, ചുരങ്ങ, മുരിങ്ങ, അങ്ങനെ പലതും. കോഴിക്കോട്ടുകാരിയായ ജ്യോതി തോമസ് എന്ന വീട്ടമ്മയാണ് മനോഹരമായി ഒരുക്കിയ ഈ തോട്ടത്തിന്റെ ശില്പി. സ്ഥലമൊന്നും ഓർത്ത് ആരും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പല പല ഐഡിയാസ് ഉണ്ട്. ഇപ്പം ചെറിയ സ്പേസിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടും പിന്നെ എന്താ പറയുക, ഇപ്പോൾ കണ്ടില്ലേ ഈ സൈഡിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇപ്പം ഹൊറിസോണ്ടലായിട്ട് ഫുൾ കൊടുക്കണമെന്നൊന്നുമില്ല. വെർട്ടിക്കൽ ഗാർഡനും അതുപോലെ എന്താണ് ഈ സൈഡിലാണെങ്കിൽ വോളിലാണ് ചെയ്തേക്കുന്നത്. അപ്പം അതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. ഖത്തറിൽ പ്രവാസം ആരംഭിച്ച ശേഷം മാത്രം കൃഷിയിലേക്ക് തിരിഞ്ഞ ജ്യോതി വിവിധ ജൈവ കാർഷിക കൂട്ടായ്മകളിൽ നിന്നും ഫേസ്ബുക്ക് സൗഹൃദങ്ങളിൽ നിന്നുമാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. എന്നാൽ ഇന്ന് കൃഷി സംബന്ധമായ സംശയങ്ങൾ തീർത്തു കൊടുക്കാനായി സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് ഈ പ്രവാസി കുടുംബിനി. ഭർത്താവിനും 3 മക്കൾക്കുമൊപ്പം ദോഹയിൽ കഴിയുന്ന ഇവർ തികച്ചും ജൈവ രീതിയിലാണ് വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുക്കുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. സൗദിയിലെ റിയാദ് നാടകവേദിയുടെ ഈ വർഷത്തെ 2 നാടകങ്ങൾ വെള്ളിയാഴ്ച അരങ്ങേറും. 2016 കേരള സംഗീത നാടക അക്കാദമിയുടെ 4 അവാർഡുകൾ നേടിയ ബോംബെ ടൈലേഴ്സാണ് ആദ്യം അരങ്ങിലെത്തുക. വനിതകൾ മാത്രമുള്ള അവൾ എന്ന നാടകവും അരങ്ങിലെത്തുന്നുണ്ട്. എക്സിറ്റ് 33 അൽ അറബ് ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് നാടക അവതരണം. മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് അവതരണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൗദിയിലെ റിയാദിലുള്ള മലപ്പുറം നിവാസികളുടെ കൂട്ടായ്മ റിമാൽ 10ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. എക്സിറ്റ് 18 മർവ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിമാൽ പ്രസിഡന്റ് തറയിൽ ഇബ്രാഹിം
ഉദ്ഘാടനം ചെയ്തു. 20 ലക്ഷത്തിൽ പരം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം ഈ വർഷം നടത്തിയതായി സംഘാടകർ അറിയിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. ക്രസന്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 3ാമത് ഷോപ്പിംഗ് സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് മുഹൈസിന 2-ൽ 50,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് വാണിജ്യ കേന്ദ്രം. CIG സെൻട്രൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പേരിട്ട കേന്ദ്രം മുഹൈസിനയിൽ വ്യാപാരത്തിന്റെ ഏറ്റവും മികച്ച കേന്ദ്രമായി മാറുമെന്ന് സംരംഭകർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 2014-ലാണ് CIGയുടെ ആദ്യ വാണിജ്യ സമുച്ചയം ആരംഭിച്ചത്. നടപ്പുവർഷം വിവിധ പദ്ധതികൾക്കായി 150 ദശലക്ഷം ദിർഹം നീക്കിവെച്ചതായി CIG ഡെവലപ്പേഴ്സ് ചെയർമാൻ ഡോക്ടർ CP അലി ബാവ ഹാജി അറിയിച്ചു. ജബലലി, മുഹൈസിന എന്നിവിടങ്ങളിലായി 2 വൻകിട മാളുകളുടെ നിർമ്മാണ ജോലികളാണ് പുരോഗമിക്കുന്നത്. പുതിയ മാളിന്റെ നിക്ഷേപകരായ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് MD ഡോക്ടർ ഹുസൈൻ, അൽഹിന്ദ് ട്രാവൽസ് MD മുഹമ്മദ് ഹാരിസ്, മാൾ ഡയറക്ടർ യൂസുഫ്, മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ അലി ബാവ, ഡയറക്ടർ മുഹമ്മദ് ഷിഹാബ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.